الحمد لله والصلاة والسلام على رسول الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله കിതാബ് തൗഹീദ് ഫസ്റ്റ് ലെസൺ ഉണ്ട് പുതിയ മസാല ഇതിനെ പഠിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു 10 മസാല ഞങ്ങൾ മനസ്സിലാക്കി ഇന്ന് മൂന്നാമത്തെ മസാല ഇതിൽ ഹാദിയ അഷറ ആയത്ത് സൂറത്തിൻ നിസാ التي تسمى آية الحقوق العشرة بدأها الله تعالى بقوله واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا. ശരിക്കും സൂറത്ത് നിസാറോ ആയത്തില് ഇത് മൂന്നാമത്തെ മസാല ഇതിൽ സൂറത്ത് നിസാറോ ആയത്തുക്ക് ഇങ്ങനെ ഇതുണ്ട് പേരുണ്ട് ആയത്തുൽ ഹുഖൂഖ് സെൻസ് ആയത്തുൽ ഹുഖൂഖ് അൽ അഷറ 10 ഹക്കുകൾ വിഷയത്തിലുള്ള ആയത്ത് എത്തിക്കുന്നത്. അപ്പൊ അല്ലാഹു സ്റ്റാർട്ട് ആക്കിയത് അല്ലാഹു തആല ബിഖൗലിഹി വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ. സ്റ്റാർട്ടിങ്ങിലുള്ളത് അള്ളാഹുടെ മാത്രം ആരാധിക്കൂ, അതേപോലെ അവരുടെ ಯಾರು ಶರೀಕ್ ಆಕಂಡ ಸಿದ್ಧೈತಿക്ക് ಸ್ಟಾರ್ಟ್ ಆಗಿದೆ. അപ്പൊ ഇത് തൗഹീദ് എല്ലാ തണ്ടി ಫಸ್ಟ್ ಐತಿക്കുള്ളത് അള്ളാഹൊട്ടിಗೆ അള്ളാഹുടെ തൗഹീദ് അംഗീകരിക്കുന്നത് അത് ഫസ്റ്റ് വിഷയത്തിക്ക്. പിന്നെ അവനൊട്ടിಗೆ ഷരീക്ക് ആറും പാർട്ട്ണർഷിപ്പ് ആക്കാണ്ടിരിക്കുന്നത് ഇത് തൗഹീദിന് ഒരു ഭാഗമായിട്ട്. അപ്പൊ ഇത് ഈ ആയത്തിൽ നമുക്ക് ഒരു മനസ്സിലാവും. അള്ളാഹു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കൊടുത്തത് എനിക്ക് തൗഹീദ് ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തൗഹീദ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. നെക്സ്റ്റ് الثاني عشر 15 التنبيه على وصية رسول الله صلى الله عليه وسلم عند موته. നിങ്ങൾ റസൂലുള്ളാഹി മരിക്കുന്ന ടൈം ആകുമ്പോൾ എച്ചരിക്ക, അതേപോലെ റസൂലുള്ളാഹി ഒരു വസിയത്ത് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് അല്ലെ. മരിക്കുന്ന ടൈം ആകുമ്പോൾ എത്ര ഗൗരവമായ പലക്കൾ ചെന്നത് അത് ദീനിൽ ഗുലുവാക്കുന്ന വിഷയത്തിലാവട്ടെ, പിന്നെ യഹൂദിമാരുടെ വിഷയത്തിലും നസ്രാനിമാരുടെ വിഷയത്തിലും അത് ഞങ്ങൾ നിങ്ങളുടെ ഖബറ് എന്താക്കിയാറ് ಸುಜಿದಿಟ್ಟು ಅವ್ರ ಪ್ಲೇಸ್ ಹಾಕ್ಯಾರ. ಅದು ಶಿರ್ಕರು ರೀತಿ ಐತಿದ್ರು ಬಂಡ ರೀತಿ ಐತಿದ್ರು ಹಂಗ ಅಂಗಲ ಸ್ವಾಲಿ ಆಲ್ಮಾರು ನಬಿಮಾರು ಹಂಗ ಪುಗಲ್ತಿತ್ತು ಅಂಗಲ ಕಬೂರಮೆ ஒரு பூஜாக்கிற ಕೇಂದ್ರ ಹಾಕ್ಯಾರ. അങ്ങനത്തെ യഹൂദി നസ്രാനി മേൽ ലാനത്ത് അല്ലാഹുടെ ലാനത്ത് ഇക്കടിച്ചിട്ടിരിക്കുന്നത് റസൂലുള്ളാഹി മരിക്ക ടൈം ആവശ്യം. റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഖബറും അങ്ങനെ ആക്കോത്തീരാച്ചിട്ടായിരിക്കും. അതെ, മനുഷ്യന്മാർ അതിന്റെ ഖബറും ಈ ರೀತಿ ಯಹೂದಿ ನಸ್ರಾನಿಮಾಯ ಹಾಕುವಂತ ಅವ್ರ ಪಣಿ ಹಾಕೋ ಉತ್ತೀರ 9 ಆಲ್ಮರ ಹಾಕೋ ಉತ್ತೀರ ಚಿಂತೆ ತಂಬಿ ಅವರು ಎಚ್ಚರಿಕೆ ಕೊಡ್ತದೆ ವಸ್ತಿಯನ್ನ ಕಾಣ ಸಾಧ್ಯ. ಅವರು ഇതെല്ലാം തൗഹീദ് പൊലിക്കൽ പോലത്തെ കാര്യം ശരിക്കും അല്ലെ. ഖബർ പൂജാക്കുന്നതും അതിൽ കെട്ടുന്നതും അതേലെ അതിൽ ആരാധിക്കുന്നതും അവിടെ ശുചിച്ചിട്ടതും എല്ലാം ശരിക്കായ കാര്യം. ഈ കാര്യത്തിൽ എന്താവും തൗഹീദ് പൊലിഞ്ഞു പോകും. പിന്നെ മനുഷ്യ ശിർക്കിൽ മറിച്ചുപോയിട്ടായെങ്കിൽ പിന്നെ ശാശ്വതമായിട്ട് നരകത്തിൽ കൊണ്ടുപോകുന്ന വിഷയം ഇത് ഗൗരവമുള്ള വിഷയം. ശിർക്കിൽ മറിച്ചിട്ടായെങ്കിൽ പിന്നെ നമുക്ക് പുറത്തു പറയുകയില്ല, നരകത്തിൽ പുറത്തു പറയുകയില്ല, ശാശ്വതമായിട്ട് അതിലെ കാലാകാലം അവനിക്കാനോട് ചെറിയ വിഷയമല്ല ഇത് അല്ലെ. എത്ര വർഷം ഇപ്പുറത്ത് നരകത്തിൽ എത്ര വർഷമായിട്ട് സൈക്കുക അവിടെ കാലാകാലത്തില് ഒരു എൻഡ് ജനത്തില്ല. അപ്പൊ അത് ഡേഞ്ചർ അല്ലേ. രണ്ടില്ലാത്ത ഒരു പ്ലേസിൽ പോകുന്നുണ്ടെങ്കിൽ അതും ശിക്ഷയുടെ പ്ലേസ് ആയിട്ട് അവിടെ കാലാകാലിക്കുന്നത് ആർക്കും ഇഷ്ടമുണ്ട്, ആർക്കും ഇഷ്ടമില്ലാത്ത വിഷയത്തിലേക്ക്. അപ്പൊ ಅದಕ್ಕೆ റബ്ബ് എച്ചരിಕೆ എത്തിക്കര് അവിടെ ഇപ്പത്തും ഷിർക്കാക്കാനാണ് അവർക്ക് സ്വർഗ ഹറാമോട്ട്. അപ്പൊ ഷിർക്ക് ഉള്ളത് അത്ര ഭയങ്കര ഒരു ഡേഞ്ചറായ കാര്യം. നെക്സ്റ്റ് الثالث عشر معرفة حق الله علينا. ഞങ്ങൾക്ക് ഈ ഒരു ലെസൺ എല്ലാം പഠിച്ച വിഷയം എന്തൊരു ഞങ്ങൾ അള്ളാഹുടെ ഹക്ക് ഞങ്ങളുടെ മേൽ എന്തുണ്ട്. അള്ളാഹുടെ ഹക്ക് ഞങ്ങളുടെ മേൽ അതെ ഞങ്ങളുടെ മാത്രം ആരാധിക്കുന്നത്, അവിടെ ആരും ಶರೀಕ್ ಹಾಕೊಂಡಿಕ್ಕಿರೋದೈತಿ, ಪಾರ್ಟ್ನರ್ಶಿಪ್ ಹಾಕೊಂಡಿಕ್ಕಿರೋದೈತಿ. ಇದು ನಗರ ಮೇಲೆ ಹಾಕೈತಿ. ಅಲ್ಲಾಹ್ರ ಹಕ್ಕು ನಗರ ಮೇಲೆ ನಂಗೆ ಹಾಕೋನ ಹೆಸರು ಐತಿ. ಹಿಂಗೆ ನಂಗೆ ಹಾಕ್ರಂಟೆ ನಂಗೆ ಅದರ ಬದಲಿತ್ತು ಅಲ್ಲಾಹು ಸ್ವರ್ಗದ ದಂಡ ಅದರ ವಾಗ್ದಾನ ಹಾಕಿ. അതേപോലെ الرابع عشر معرفة حق الله حق العباد معرفة حق العباد عليه إذا أدوا حقه. ശരിയെങ്കിൽ ഞങ്ങൾ മാത്ത് അള്ളാഹുടെ ഹക്കടോ കറക്റ്റ് ആയിട്ട് ಅದ್ರ ಪೂರ್ತಿಯಾಗಿ అంటే അവിടെ മാത്രം ആരാധിച്ചിട്ട് അവിടെ ആരും പാർട്ട്ണർഷിപ്പ് ആക്കാണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ മറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ കിട്ട പോലത്തെ പ്രതിഫലം അതും നമുക്ക് പടിപെടും. അതെ, അതുകൊണ്ട് എന്താക്കുക അള്ളാഹു ശിക്ഷിക്കില്ല, അവൻ നരകത്തിലില്ല. അതുകൊണ്ട്
ദോഷത്തുള്ള മാഫാക്കറ ആ തൗഹീദ് കാണത്ത് അവൻ സ്വർഗത്ത് പോണ്ട അവർക്ക് വാഗ്ദാനം ആക്കിയ പോലത്തെ സ്വർഗം എത്തിക്കുക അള്ളാഹ് കൊടുക്കുക ചിന്തിക്കുക ഈ ഒരു ലെസണിലാണ് മനസ്സിലാക്കിയത്. അതേപോലെ അൽ ഖാമിസ ഖാമിസത്ത് അഷറ أن هذه المسألة لا يعرفها أكثر الصحابة. ഈ മസ്അല ഈ ഒരു വിഷയ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ പരിപാടി കൊടുക്കുക അല്ലേ ഈ വിഷയ അതിൽ ആർക്കും ചെന്നില്ല ജമ്മത്ത് സാഹബന്മാർക്ക് പിടിയില്ല ഈ വിഷയം ഇതിന് മാത്രം വന്നിട്ടില്ല ഇതിന് മാത്രം പരിപാടി കൊടുത്തത് ഇപ്പൊ ചെന്നത് അതേപോലെ ആൽമാർ ചെല്ലുന്നാണ് അതെ അപ്പൊ ഇതെപ്പോ ചെന്നതിൽ ലാസ്റ്റ് ഇതിൽ മരിക്കും മുആദ് ബിൻ ജബൽ മരിക്കുമ്പോൾ ചെന്ന പോലത്തെ വിഷയത്തേക്ക് അപ്പൊ അല്ലാണ്ട് മുതലത്തോ മറിച്ച സാഹബന്മാർക്ക് ആർക്കും പിടിയില്ല വിഷയം അങ്ങക്ക് പിന്നെ ഈ ചെന്നൽ പിന്നെ ഇതിക്ക് പിടിയായത് ചെമ്മ സാഹബന്മാർക്ക് ഇത് വിഷയം മസല പിടിയില്ല السادس عشر جواز كتمان العلم للمصلحة. ഒരു ഇൽമുറോ ഒനിവായിട്ട് ഉപയോഗിക്കുന്നത് മസ്ലിഹത്ത് കേട്ട് ജായിസ് എത്തി ഒരു ഇൽമുറോ ദീനിപരമായ ഒരു ഇൽമുറോ അത് എല്ലാവരും ചെല്ലാണ്ട് അത് ഒനിവായിട്ട് ഉപയോഗിക്കുന്നത് ജായിസായ വിഷയത്തിൽ അതെതാ എന്തിക്ക് ഒരു ഇൽമത് ഇക്രി ഇസ്ലാമിൽ ഇക്രി ഇസ്ലാമിൽ ഇൽമ എത്തിക്കുക ಹೆಂಗೆ ಅದು ಆಲ್ಮಾರ್ ಪರಿപാടി ಅಂತ ಹೆಂಗಾದ್ರು ಆಲ್ಮಾರ್ ಮಿಸ್ಯೂಸ್ ಆಗ್ತಾರೆ അപ്പൊ അങ്ങനത്തെ ഇൽമുറു ആൽമാർ ചെല്ലാണ്ടിരിക്കുന്നത് അത് ജായിസായ മസ്ലഹത്ത് ഒരു മസ്ലഹത്ത് വേണം വെറുതെ ഒന്നിട്ട് ഇല്ല ഇൽമുറു ഒന്നിട്ട് ബേക്കുന്നത് വലിയ ദോഷമായിരിക്കും അതിന് ഒരു മസ്ലഹത്തിന്റെ കാരണത്തിൽ എന്താക്കാം ഒരു ഹിക്മത്തിന്റെ കാരണത്തിൽ അത് ഒന്നിട്ട് ബേക്കാം ഒരു സന്ദർഭത്തിൽ ആ ടൈമിൽ ചെല്ലാണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ആ ടൈം വന്ന് ചെന്നിട്ട് അങ്ങനത്തെ വിഷയങ്ങളുണ്ട് അറിയാ السابعة عشرة استحباب ബഷാറത്തിൽ മുസ്ലിമി ബിമാ യസ്സറഹു. ജനക്ക് ഒരു മുസ്ലിമുക്ക് ഗുഡ് ന്യൂസ് കൊടുക്കുന്നത് அவங்க ஈஸியாக போലത്തെ വിഷയത്തിൽ ഗുഡ് ന്യൂസ് കൊടുക്കുന്നത് ഒരു ജായിസായ മസലത്തേക്ക് നല്ല ഒരു കാര്യത്തേക്ക് അല്ലേ ഒരു മുസ്ലിമുക്ക് அவங்க ஈஸியாக കാര്യത്തിൽ ഗുഡ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് அவங்க ഗുഡ് ന്യൂസ് കൊടുക്കുന്നത് ഒരു കൊസിര വിഷയത്തേക്ക് അല്ലേ അപ്പൊ എപ്പത്തും നിങ്ങൾ കൊസിർ എന്താക്കും സ്പ്രെഡ് ആക്കും കൊസിರು ಸ್ಪ್ರೆಡ್ ಆகும் അതേപോലെ ಬೇಜಾರು ഒരു പേടിയോ ഇതെല്ലാം സ്പ്രെഡ് ആക്കത്തിയ ಜನರು ഹദീസ് വേറെ ഹദീസ് ഉണ്ട് ആൽമാറിനെ ഗുഡ് ന്യൂസ് കൊടുക്കും ബഷിറ ആൽമാറിനെ ഗുഡ് ന്യൂസ് കൊടുക്കും വല തുനഫിറ ആൽമാറിനെ എപ്പത്തും നഫ്രത്തിലും അതേപോലെ അങ്ക് പേടിയ അങ്ങനെയുള്ള ഇതിൻ്റെ വിഷയത്തിലൊരു എന്തൊരു ഒരു ഉറട്ടായതിനെ പ്രചാരമാക്കേണ്ടതാണ് എപ്പോഴത്തെ ഗുഡ് ന്യൂസ് കൊടുക്കണം ആൾമാർക്ക് അങ്ങാത്ത സ്വരத்துக்கு அதுக்கு പ്രോത്സാഹം കൊടുക്കും ഒരാൾക്ക് ഇന്നും ആക്കൂ ഇസ്ലാമിന്റെ കാര്യം ഇന്നും ആക്കൂ നമുക്ക് മുതൽ പണ്ടവല്ല ആകർഷിച്ചിട്ട് ഹദീസിലുള്ളത് അപ്പൊ മുസ്ലിം എപ്പോഴത്തേക്കും அவங்க ഈസിയാണ് പോലത്തെ വിഷയത്തിൽ அவங்க ഗുഡ് ന്യൂസ് ഉണ്ടാക്കാൻ കൊടുത്തോണ്ടിരിക്കും ഇതിവിടെ റസൂലുള്ളാഹിയുടെ ഗുഡ് ന്യൂസ് കൊടുത്തിരിക്കും അത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അല്ലേ ഇത് ഒരു രീതിയിൽ ഇൽമേറ്റ് കൊടുത്തത്. നെക്സ്റ്റ് الثامنة عشرة الخوف من الاتكال على سعة رحمة الله. ഈ വിഷയം പേടിക്കണ എത്തിക്കർ അള്ളാഹുടെ റഹ്മത്ത് വിശാല എത്തിക്കർ അല്ലേ അള്ളാഹു റഹ്മത്ത് വിശാല ചെന്ന് അള്ളാഹു മാഫാക്കുക ചെന്ന് ദോഷാക്കി പോണതാ അല്ലേ ഏത് വിഷയം നമുക്ക് പേടിക്കണ എത്തി അങ്ങനെയുള്ള അള്ളാഹു മാഫാക്കണ എല്ലാ ദോഷം മാഫാക്കണം അല്ലേ എത്ര ദോഷം ഉണ്ടെങ്കിൽ മാഫ് കേട്ടെങ്കിൽ മാഫാക്കണം അതടുത്തെങ്ങനെയല്ല അള്ളാഹു മാഫാക്കറല്ലേ അത് അടിച്ചു പോകണ്ടു പിന്നെ നിൽക്കാറ് ചെല്ലാം നിൽക്കാറ് അതിലിപ്പ നോക്കി കാവല ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൊറാക്ക് ചെല്ലാറ് അതല്ലിപ്പ നോക്കി കാവല അള്ളാഹു മാഫാക്കുന്ന എത്തിക്കറ ഞങ്ങ മാഫ് കേട്ട് മാഫാവോಡು ಅದಕ್ಕೆ ತಲೆ വെച്ച് ಹಾಕಿ അങ്ങനെ ആ രീതിയിൽ ഒരു പേടില്ലാത്ത രീതിയിൽ പലക്കാറ് അല്ലെ മയ്യത്ത് ಖರ್ಚಾക്കുന്നത് ಬೇನ್ಮಾತ್ರ വേസ്റ്റ് എല്ലാം ആക്കാറ് പിന്നെ ചെല്ലാറ് എന്താക്കും ഇപ്പത്തെ കാലം ഉണ്ടല്ലേ ആറ് ബിൽച്ചിലെങ്കും ആവില്ലേ പിന്നെ ആൾമാർ കൊടുത്തില്ലെങ്കും ചെല്ലാറ് ചിന്നങ്ങളെ പലക്കെ ഉപ്പാണ്ടറങ്ങ അല്ലേ കടാക്കിയില്ലെങ്കിലും ഇത്രയെല്ലാം ಖರ್ಚಾക്കില്ലെങ്കും ആവില്ല കടാക്കി തോട്ട് ಖರ್ಚಾക്കുന്നോളൂ ഒരു പിന്നെ അള്ളാഹു മാഫാക്കുന്ന അല്ലേ അള്ളാഹു മാഫാക്കുന്ന തപ്പാക്കರು പിന്നെ അള്ളാഹു മാഫാക്കുന്ന ഈ രീതിയിൽ പലക്കെ താൽമ ചെല്ലാറ് ಇನ್ನೂ ಚೆಲ್ಲ ಎಮ್ಮೆಲ್ಮಾರು
മനസ്സിലാവുള്ള ഈ ഇച്ചിരി ഒരു പേടില്ലാത്ത പലക്ക നേരത്തും ഇത് പേടിക്കുന്ന വിഷയത്തിക്ക് അള്ളാഹു അവന്റെ റഹ്മത്ത് വിശാലിറ്റിക്കുന്നു അത് ഡൗട്ടില്ല സംശയമില്ല എത്ര ദോഷമാക്കിയും മാഫ് തണ്ടാണ് തീര അല്ലെ എത്ര ആൾമാർ മാഫാക്കിയിട്ടില്ല 90 100 ആളുടെ വ്യക്തിനും അള്ളാഹ് മാഫാക്കില്ല അല്ലെ എങ്ങനത്തെ ആൾമാരെല്ലാം മാഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ദോഷത്തെ മാഫാക്കുന്നതും പെരുചാറില്ലല്ലോ അതിങ്ങനെ നങ്കുള്ള പേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പലക്ക് പുറത്തീരാ അള്ളാഹ് മാഫാക്കലല്ലേ അടിച്ചു പോകണം ഇപ്പെല്ലാം ആക്കി വിട്ടെങ്കിൽ പുതിയ ബാലക്കാരന്മാർ ഇങ്ങനെ ഉപയോഗിച്ചത് അല്ല ഇപ്പത്തെ ബാലക്കാരന്മാർ അങ്ങനെ ഉപയോഗിച്ചത് ലൈഫ് ഇപ്പെല്ലാം ജോലിയാക്കുള്ളത് പിന്നെ നോക്കാത് പിന്നെ വയസ്സായപ്പോ ഹജ്ജാക്കിങ് ചെയ്ത് ഉമ്രാക്കിങ് ചെയ്ത് അടിച്ചു പോകണം കലങ്ങി പോകണം ലാസ്റ്റിക്ക് പള്ളി വന്ന് കഴിച്ചു ബാലക്കാരിക്കുമ്പോൾ ജോലി ആക്കിണ്ട് ഗ്രൗണ്ടിലും കളിച്ചുകൊണ്ടു അല്ലെ ഇതില് ടൈം വേസ്റ്റ് ആക്കിയുണ്ട് മൊബൈലിലും ഇങ്ങനത്തെ വേസ്റ്റ് ആക്കിയുണ്ട് ലാസ്റ്റിക്ക് അതെ വയസ്സാകുമ്പോൾ അപ്പത്തേലും ബുദ്ധി വേണ്ട അതിന് വരിക്ക് വൈകിട്ട് അപ്പൊ പള്ളി വന്ന് കഴിച്ചു അങ്ങനത്തെ ഇത്ര ബാലക്കാരമുള്ളതാണ് ഇപ്പം തിങ്കാക്കി വെച്ചതാണ് പള്ളിയുള്ള അങ്കല്ലാണ് പള്ളിയുള്ള വയസ്സിലാണ് അങ്ങനെ ഒരു ഇതില്ല പേടിയില്ല എല്ലാവരും പേടിയില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടങ്ങ ജീവിച്ചിട്ടുള്ളത് ആ അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ എപ്പോഴും പേടിക്കണേറ്റിക്ക് തവക്കുൽ ആക്കണേറ്റിക്ക് ഇങ്ങനത്തെ തവക്കുൽ വേണ്ടിട്ടില്ല എന്തൊരു എല്ലാം നടുക്കറ് ഇപ്പെല്ലാം ആക്കി നടുക്കറ് പിന്നെ നോക്കാണ്ടാണ് അള്ളാഹു റഹ്മത്ത് വിശാലിച്ചിക്കറ് അതേപോലെ അത്താശ ഖൗലുൽ മസ്ഊൽ അമ്മ ലാ യഅലം അല്ലാഹു വറസൂലുഹു അലം ഒരു അതബൈറ്റിക്കരുടെ പടിപാട്ടത് മുആദ് ബിൻ ജബൽ റസൂലുള്ളാഹി കേൾക്കറവ് അല്ലേ അള്ളാഹുടെ ഹക്ക് മനുഷ്യന്മാരെ മേലും അതേപോലെ മനുഷ്യന്മാരെ മേലും അള്ളാഹുടെ ഹക്ക് എന്ന് വെച്ചിട്ട് കേട്ടപ്പ ഉത്തര കൊടുത്തു നമുക്ക് ಗೊತ್ತಿಲ್ಲ ഉത്തര കൊടുത്തല്ലേ പിന്നെ അള്ളാഹു റസൂൽ ആലം അള്ളാഹും റസൂലും പിടിയുണ്ടായിരിക്കും ചെന്നത് അപ്പൊ ഞങ്ങൾക്ക് പിടിയില്ലായിട്ട് ഞങ്ങൾ ചെല്ല കൂത്തിര ഞങ്ങൾ വിഷയത്തിൽ ബായ തുറക്ക് കൂത്തിര നിങ്ങൾ ചെന്നു അള്ളാഹു ആലം റസൂൽ നിൽക്കുമ്പോൾ അപ്പൊ ഈ ഒരു പലക്കെ ചെന്നിതാണ് അള്ളാഹു റസൂൽ ആലം ഇന്ന് ഹയാത്ത് നബി റസൂൽ ഹയാത്തിലുണ്ട് റസൂൽ നമുക്ക് അള്ളാഹുടെ വഹി വന്നിട്ടുണ്ട് റസൂൽ ആ വിഷയത്തിൽ പിടിയുണ്ട് അല്ലെ അതിന്റെ ഇപ്പൊ ചിലവില്ല അള്ളാഹു റസൂൽ ആലം ചെന്നിപ്പ ചിലവില്ല എന്നിട്ട് റസൂൽ മുട്ടില്ല ഹയാത്തിലില്ല ഇപ്പൊ കാര്യങ്ങൾ ചെല്ലും അള്ളാഹു ആലം അത്ര അള്ളാഹു മാത്രം പിടി അള്ളാഹുക്ക് പിടിയുണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട് അല്ലെ കേക്ക് എന്നിട്ടെങ്കിൽ നമുക്കത് പിടിയില്ലിട്ടെങ്കിൽ അള്ളാഹു ആലം അള്ളാഹുക്ക് പിടി ഇതൊരു അത പറ്റിക്കത് എങ്കിൽ എല്ലാ വിഷയം അള്ളാഹുക്ക് പിടിയിട്ടിരിക്കുന്നത് നമുക്ക് പടിപാട്ടിൽ മാത്രം വെച്ചിട്ട് പിടിയോടെ നെക്സ്റ്റ് العشرون جواز تخصيص بعض الناس بالعلم دون بعض ചെന്നെങ്കിൽ ഒരു ഇൽമുറു അത് ചില ആൾമാർക്ക് മാത്രം പടിപാട് കൊടുക്കുന്നത് ഇത് ജായിസായിട്ട് എല്ലാ ആൾമാർക്ക് പടിപാട്ടാട്ടെ കുറെ ആൾമാർക്ക് ആവശ്യം ഖാസായ കുറെ ഇൽമലിക്ക് ആ ഇൽമുറു പടിപാട് കൊടുക്കുന്നത് ജായിസായിട്ട് പക്ഷെ എല്ലാ ഇൽമും എല്ലാവരും എടുക്കുവാവില്ല എല്ലാ ഇൽമും എല്ലാവരും തലയിൽ കൊണ്ടുപോയില്ല അല്ലേ എല്ലാവരും സയന്റിസ്റ്റ് ആകാവാടാ അല്ലേ എല്ലാവർക്കും തലയിൽ പോകേണ്ട വിഷയമല്ല എല്ലാവരും ഡോക്ടർ ആകാവാടാ ഇല്ല കുറെ ഇൽമു അത് അങ്ക് മാത്രമേ പിടിക്കരുത് അതങ്ങ് ആ ഫീൽഡ് അങ്ങ് എന്താ നോർക്കൊണ്ടത് അതേപോലെ ദീന്റെ ഇൽമു അതേപോലെ എല്ലാ ഇൽമു ദീന്റെ എല്ലാ ഇൽമും എല്ലാവർക്കും പഠിക്കുവാവില്ല ഒരു ഇൽമിക്ക് അത് അങ്ങനത്തെ ആൾമാർ മാത്രം അത് തലയ്ക്ക് കൊണ്ടു ഇവിടെ അതേപോലെ തഖ്സീസ് ആക്കിയിട്ട് കുറെ ഇൽമുറു ആൾമാർക്ക് എന്താക്കാം വഴി കൊടുക്കാം ഇപ്പൊ നോർമൽ ആൾമാർക്ക് നോർമൽ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ അത്ര ഇൽമിക്കില്ല പഠിപ്പിക്കില്ല അങ്ങനത്തെ ആൾമാർക്ക് എന്തൊരു നല്ല അറബിയിലെ ഗ്രാമർ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ തല പോകണം അവിടെ ഗ്രാമർ നല്ല വിവരിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ആക്കുമ്പോൾ അനക്കെന്ത് പിടി അവിടെ അങ്ങനെ ഇത് ലോക്കൽ ആൾമാർ എന്ത് പിടിയില്ലാത്ത ആൾമാർ കറക്റ്റ് അറബി ഓതും പണ്ടില്ല അങ്ങനത്തെ ആൾമാർക്ക് അറബി നല്ല ഗ്രാമർ സ്ട്രോങ് ആയ ഗ്രാമർ കാണിച്ചു എതിൽ പടിപെട്ടിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ദിസ്തിക്കുവാർ പിന്നെ അങ്ങനെ തലതിൽ ഇക്കുവല്ലേ ഇവിടെ മയക്കും തടെ മേലെ പോകണല്ലാട്ടെ എനിക്കൊന്നും തലയിൽ പോകണില്ല കുറെ ഇൽമിക്കുന്നത് അങ്ങനെ പഠിക്കണേ അങ്ങനത്തെ ആൾമാരെ പഠിക്കണേ നമുക്കത് തലയിൽ പോകണ്ടത് അപ്പൊ ഇവിടെ തഖ്സീസ് ആക്കിയിട്ട് പടിപെട്ടത് ജായിസ് മടവിലാക്കിയല്ലേ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മാത്രം അവിടെ പടിപെട്ടത് വേറെ ആരും പടിപെട്ടില്ല പക്ഷേ ആറ് വിഷയം ചെന്നിട്ടില്ല
അതിലേക്ക് അതിലെന്താക്കി സെലക്ട് ആക്കി ആ വിഷയത്തിൽ. അതേപോലെ الحادية والعشرون تواضعه رسول الله صلى الله عليه وسلم لركوبه الحمار مع الإرداف عليه. റസൂൽ വസ്ലം ഒരു തവാദു അല്ലെ, റസൂൽ വസ്ലം അള്ളാഹു റസൂൽ എത്തിക്കുന്നത് അതല്ലാണ്ട് ലാസ്റ്റ് റസൂൽ എത്തിക്കുന്നത് സയ്യിദുൽ മുർസലീൻ സയ്യിദുൽ അംബിയ ആയിട്ട് അല്ലെ, ഖാത്തമുൻ നബി ആയിട്ട് എത്ര ഉള്ള സ്ഥാനം ഉണ്ടായില്ലേ അല്ലെ. മഖ്ലൂഖിൽ വെച്ചിട്ട് അള്ളാഹു സൃഷ്ടിയിൽ വെച്ചിട്ട് ശ്രേഷ്ഠമായ സൃഷ്ടി എത്തിக்கிறേ. അപ്പൊ ഈ ഒരു അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എത്ര വലിയ സ്ഥാനമാണ് എനിക്കും അതിൽ വെച്ചിരുന്നു കത്തലേക്ക് വെച്ചൊരു കത്ത ഒരു സാമാന്യ ജാനവർ അല്ലേ. ആൽമറതൊന്നും എന്തൊരു വലിയ ഇജ്ജത്ത് ദൃഷ്ടി നോക്കില്ല ആൽമാർ കത്തറും അല്ലെ. എക്സാമ്പിൾസ് എല്ലാം ഉണ്ടെങ്കിൽ കത്തർ എക്സാമ്പിൾ എല്ലാം അല്ലെ. അപ്പൊ കത്ത ആൾ ഏതെങ്കിലും ഒരാൾ നീ കത്ത വില ചെന്നിട്ടെങ്കിൽ എന്തോ ಖುಷಿയോടെ അല്ലെ. നീ കത്തര വില ചെന്നിട്ടെങ്കിൽ അവൻ കഷ്ടപ്പെടണം അല്ലെ. പിന്നെങ്കിൽ ആ കത്തര ഇജ്ജത്ത് എന്തും ഇല്ല ആൽമാറോട്. അതേപോലെ ഏതെങ്കിലും പ്രാണിക്ക് ഒരിക്കൽ മനുഷ്യക്ക് കഷ്ടപ്പെടണം. ಅದೇ ಮನುಷ್ಯಗೆ ಅವರು ಇಜ್ಜತ್ರು ಇದು ನೋಡ್ಕೊಂಡ್ಟಾಂಗೆ ಮನುಷ್ಯಗೆ ಅವ್ರ ಇಜ್ಜತ್ರು ಅವ್ರ ಸ್ಟೇಟಸ್ ಕೊಡ್ಕೊಂಡ್ಟಾಂಗೆ. ನೀನು ಸಿಂಹ ತಗೊಳ್ತಂಟಾಂಗೆ ಮೋಸ വേണ്ട അവൻ കുസിയോടല്ലേ. ആ മൂന്നാല് സിംഹന്ന പോലെ അപ്പൊ എന്താ ഇത്ര കുസിയോടും എന്ത് സിംഹത്തിന് ആ ഇജ്ജത്തുണ്ട്, സിംഹത്തിന് ആ ഇജ്ജത്തുണ്ട്, അതൊരു ശക്തിക്കും ധൈര്യത്തിനും ഇജ്ജത്തായിരിക്കും അതുള്ളത്. അപ്പൊ മനുഷ്യന്മാർ ജന്മം പ്രാണി അല്ലേ, സിംഹം പ്രാണി കത്തവും പ്രാണിയായിരിക്കും. അപ്പൊ ഇസ്സത്ത് ചൊല്ലുമ്പോടെ ഇവിടെ സിംഹത്തെ പോലെ ഹോലിക്കാക്കിട്ടെങ്കിൽ അവർക്ക് ചമ കൊസിയോടും. നീ പീരിയുടെ പോലെ സിംഹത്തെ പോലെ നിന്നിട്ടെങ്കിൽ ചമ കൊസിയോടും. അതൊക്കെയല്ലോ ഇസ്സത്ത് അങ്ങനെ ഉണ്ട്. കത്ത കണ്ടെങ്കിൽ ആ ഇസ്സത്തില്ല അല്ലെ. കത്ത ഒരു മന്ദബുദ്ധിര ഇത് ഒരു പ്രാണിയായിരിക്കും, സോറാക്കൾ പോലത്തെ പ്രാണിയായിരിക്കും. അപ്പൊ അത് കോലിക്കായ്ക്ക് പോയിട്ടെങ്കിൽ മനുഷ്യ കർഷകൻ അല്ലെ. കൂടാതെ റസൂലുള്ളാഹി ഒരു കത്തയുടെ മേൽ വെച്ചിരിക്കും ഇവിടെ ചെല്ലുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി ആ ഒരു കത്ത അത്ര വലിയ നബിയിത്തും ലാസ്റ്റ് റസൂലായിട്ടും കത്തര മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി തവാദു ഒരു അഹങ്കാരം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും അല്ലെ. ഒരിക്കലും അഹങ്കാരം ഇല്ല. ഞാൻ ഇത്ര വലിയ ആളായിട്ട് കത്തര മേൽ ഇരിക്കുന്നതാണോ. രാജാക്കന്മാരുള്ള വലിയ വലിയ രാജാക്കന്മാരെല്ലാം കുതിരയിൽ വെച്ചിട്ടുണ്ടല്ലേ, കുതിര മേൽ ദയിക്കാറ് അങ്ങ വീണ്ടും സവാരിയുടെ മേൽ ദയിക്കാറ്. ನಾನು ಕತ್ತೆ ಮೇಲೆ ದೇಖಿಸಿದ್ದು ಅವ್ರು ಗತ್ತ ಅವ್ರು ಅಹಂಕಾರಮ ಅಲ್ಲಾಹ್ ರಸೂಲ್ ನಮ್ಗೆ ಇಲ್ಲ ಅಂತ ರಸೂಲ್ ತವಾದು ಐತಿಕ್ರಿ ಕಾಂಡದು ഒരു രീതിയിലും എന്താ ദിക്ർ വിനയത്തെ ദിക്ർ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അസ്സാലിസ് സാനിയ വൽ ജവാസു ഇർദിഫ ജവാസുൽ ഇർദിഫ അല ദാബ ജനെങ്കിൽ ബാക്കിൽ ദയിക്കരുത് പ്രാണികൾ ഒരാളുടെ തെച്ചിട്ട് അതിൽ പേരിൽ ബാക്കിൽ ദയിക്കുന്നത് ജായിസ് ചെയ്ത് ഒരാളുടെ വ്യക്തിರು ദാബ ಇದು ಔಟ್ ಜಾನುವಾರು ಔಟ್ ಇದು ಔಟ್. അങ്ങനത്തെ ജാനുവർ ಮೇಲೆ ದೇಕುತ್ತೀರಾ താക്കത്തില്ലാത്ത ജാനുവർ അല്ലെ. ആടിനെ വലിച്ചെങ്കിൽ ആവാ ആടുള്ളത് സവാരിക്ക് ആക്കുന്നതല്ല ಅವ್ರದ್ದು ಹೆಚ್ಚ ನಾನು ದಿಗೆ ಅಂತ അതിലെ ಮೇಲೆ തോത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടുക്കിയിരിക്കും. അപ്പൊ അങ്ങനത്തെ ജാനുവർ ಮೇಲೆ ദിക്കറല്ല ഇവിടെ ഇരുതാപ്ഷനെങ്കിൽ ബാക്കിൽ ദയിക്കുന്നത് അതെങ്ങനത്തെ ജാനുവർ ആയിരിക്കും ಅದಕ್ಕೆ പൊറുക്കോൾ താക്കത്തിക്കും. അപ്പൊ കത്തേക്ക് പൊറുക്ക് താക്കത്തില്ല. റസൂലുള്ളാഹി പൊറുത്ത് പോത്തുತ್ತದೆ പോലെ ಪೆರುಲ್ ಮಾದ್ ಬಿನ್ ಜಬಲು ಅಂತ ಜಂಡಾಲೊಟ್ಟಿಗೆ ಕತ್ತರೆ ಮೇಲೆ ಸವಾರಾಕಿದ್ದಾರೆ. ಜವಾಜುಲ್ ಇರ್ದಾಫಿ ಅಲ ದಾಬ್ಬ ದಾಬ್ಬತ್ತ ಮೇಲೆ ಜಾನುವಾರ ಮೇಲೆ ಬ್ಯಾಕಲ್ಲಿ ದೇಕರು ಜಾಯಿಸ್ ಐತಿ. ಇಂಡೆಲ್ಲ ಆರು ಅದ್ರ ಸವಾರಿ ಹಾಕೊಂಡಿಲ್ಲ, ಸ್ಕೂಟರ್ ಎಲ್ಲ ಬಂದರು ಅಲ್ಲೇ. الثالثة والعشرون فضيلة معاذ بن جبل رضي الله عنه. معاذ بن جبل رضي الله عنه ಸ್ಥಾನಮಾನ ಗೊಂತವಡೆ അതിൽ ശ്രേഷ്ഠತೆ ಗೊಂತವ അല്ലെ. അതിൽ റസൂലും കത്തര പേൽ ದೇವಾಡಿತು ഒരു ഇൽമ എൽക്ക് പരിപാടിക്കുന്നത് ഇത് അതിൽ ശ്രേഷ്ഠತೆ വേറെ കിട്ടത് ഇൽമു എൽക്ക് കിട്ടിയില്ല അല്ലെ. അതേപോലെ الرابع والعشرون عظم شأن هذه المسألة. ഈ ഒരു മസ്അലയുടെ വിഷയം തൗഹീദ് മസ്അലയുടെ വിഷയത്തിൽ എത്ര ഗൗരവം ഉണ്ടെന്ന് ഞങ്ങളുടെ കാണുന്നത്, എത്ര വലിയ അതൊരു ഗ്രേഡ് ഉണ്ട് ഇവിടെ ഞങ്ങൾ കാണുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി തൗഹീദ് വിഷയത്തും ശിർക്ക് വിഷയത്തും എത്ര കെയർഫുൾ ആയിട്ട് ഞങ്ങൾക്ക് പരിപാടിക്കുന്നത്. ഇതേ ദിക്ർ ഫസ്റ്റ് ലെസണിൽ ഉള്ള പോലത്തെ മസ്അല ദിക്ർ തന്നത്.
ഇൻഷാ അല്ലാ നെക്സ്റ്റ് വേറെ ലെസൺ ആയിരിക്കും നമുക്ക് പഠിക്കുള്ളത് തൗഹീദിന്റെ വിഷയത്തിൽ നെക്സ്റ്റ് നോക്കാം.